അടുത്തായിട്ട് നമ്മളെ +1 11ാമത്തെ ചാപ്റ്ററാണ് കോണിക് സെക്ഷനാണ്. ഇതിൽ നിന്നൊരു 20 ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തേക്കുക. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ കുറച്ച് ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരു 4 ഇത് വരുന്നുണ്ട്. അതായത് സർക്കിള്, പിന്നെ എലിപ്സ്, ഹൈപ്പർബോള, പരാബോളയൊക്കെ വരുന്നതാണ്. സോ ഇതെല്ലാം ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വരുന്നതാണ് അതിനകത്ത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് എല്ലാം നല്ലപോലെ തന്നെ പഠിക്കുക. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ പഴയ നോട്ടുണ്ടെങ്കിൽ, +1 നോട്ടുണ്ടെങ്കിൽ ആ നോട്ട് എടുത്ത് അതിലെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ചെയ്താൽ നന്നായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇക്വേഷനുകൾ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സർക്കിളുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ -3 2ഉം അതുപോലെ റേഡിയസ് 4ഉമാണ്. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. സോ സർക്കിളിൻ്റെ ഇക്വേഷൻ ഇതാണ്: x - h² + y - k² r² ആണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. അവിടെ h, k എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കും, r എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസുമാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് റേഡിയസിൻ്റെ വാല്യൂ r-ൻ്റെ വാല്യൂ 4 ആണ്. അതുപോലെ സെൻറ്റർ h, kയുടെ വാല്യൂ -3 2 ആണ്. അതായത് hൻ്റെ വാല്യൂ -3ഉം kയുടെ വാല്യൂ 2ഉമാണ്. സോ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ നമ്മൾ വാല്യൂ കൊടുത്താൽ മതി. സോ ഇക്വേഷൻ ഇങ്ങനെ വരുന്നുണ്ട്: x hൻ്റെ വാല്യൂ -3 ആണ്. സോ മൈനസും ഈ ഒരു -3യും കൂടെ +3 എന്ന് വരും. x + 3² വരും ആദ്യത്തെ ടൈം. രണ്ടാമത് y - k ആണ്. kയുടെ വാല്യൂ 2 ആണ്. സോ y - 2² r-ന്റെ വാല്യൂ 4 ആണ്. സോ 4ന്റെ സ്ക്വയർ 16 വരും റൈറ്റ് സൈഡിൽ. സോ x + 3² y - 2² 16 ആയിരിക്കും ഇക്വേഷൻ സർക്കിളിൻ്റെ. അടുത്തായിട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നേക്കുക: x² + y² - 2x + 4y = 8 ആണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് വേണ്ടത് ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്ററും വേണം, അതുപോലെ റേഡിയസും വേണം. സോ ആൻസർ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കുക. സർക്കിളിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്, ജനറൽ ഇക്വേഷൻ ഇതാണ്: x² + y² + 2gx + 2fy + c = 0 ആണ് സർക്കിളിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്. സോ ഇതിലൂടെ പഠിച്ച് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സർക്കിളിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ സെൻറ്റർ ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റും. അതായത് ഇവിടെ x², പിന്നെ y², പിന്നീട് എക്സിൻ്റെ കൂടെ ഒരു 2gയും പിന്നെ വൈയുടെ കൂടെ ഒരു 2f വരും. ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റ് c കാണും. സോ നമ്മൾ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു: x² + y² - 2x + 4y - 8 = 0 ആയിട്ട് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യന്റ് നോക്കുകയാണെങ്കിൽ 2g ആണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യന്റ് -2ഉമാണ്. സോ എന്ത് ചെയ്യുക, -2gയും -2 നമ്മൾ ഇക്വേറ്റ് ചെയ്തു. എക്സിൻ്റെ കോഎഫിഷ്യന്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ജിയുടെ വാല്യൂ നമുക്ക് -1 എന്ന് കിട്ടും. സോ ജിയുടെ വാല്യൂ -1 കിട്ടി. അതുപോലെ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്തെ വൈയുടെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് 2f ആണ്. നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് വൈയുടെ കോഎഫിഷ്യന്റ് 4ഉമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 2y-യും 4ഉം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. അതിൽ നിന്ന് എഫിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. സോ ലാസ്റ്റ് കോൺസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ -8 ആണ്. ഇവിടെ +c ആണ് ഇക്വേഷനകത്ത്. ഇവിടെ കിടക്കുന്ന ലാസ്റ്റ് -8 ആവുന്നതായിരിക്കും. സിയുടെ വാല്യൂ -8ഉമാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് നിന്ന് സെൻറ്റർ എന്ന് വെച്ചാൽ -g - f ആയിരിക്കും എപ്പോഴും സെൻറ്റർ. അത് പഠിച്ചു വെച്ചിരിക്കുക. ഈ ഒരു സർക്കിളിൽ ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് സെൻറ്റർ എഴുതുന്നത് -g - f ആയിരിക്കും. അപ്പോൾ നമ്മുടെ -g എന്ന് പറയുന്നത് -1 എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യും, അത് +1 ആയിരിക്കും. അടുത്തത് -f എന്ന് വയ്ക്കുമ്പോൾ എഫിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ -2 എന്ന് വരും രണ്ടാമത്തെ കോർഡിനേറ്റ്. സോ 1, -2 ആയിരിക്കും സെൻറ്റർ. അടുത്ത വേണ്ടത് തന്നെ റേഡിയസ് ആണ്. റേഡിയസിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഈ ഒരു ഇക്വേഷൻ വരുന്ന സമയത്ത് √g² + f² - c ആണ് എന്ത്, റേഡിയസിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പം g² എടുക്കുക ആദ്യമേ. ജിയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ -1ന്റെ സ്ക്വയർ +1. f² എന്ന് പറയുമ്പോൾ എഫിൻ്റെ വാല്യൂ 2 ആണ്. 2 സ്ക്വയർ 4 എന്ന് വരും. അടുത്തത് -c എന്നാണ്. സിയുടെ വാല്യൂ -8 ആണ്. അപ്പം എന്ത് ചെയ്യും, ഈ ഒരു മൈനസും കൂടെ +8 എന്ന് വരും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ √13 കിട്ടും നിങ്ങൾക്ക്. സോ റേഡിയസ് എന്തായിരിക്കും, √13 ആയിരിക്കും. അടുത്തായിട്ട് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കുകയാണെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ഉണ്ട്: x² + y² - 17x + 2fy + c = 0 ആണ് ഇക്വേഷൻ. സോ നമുക്ക് വേണ്ടത്, ഈ ഒരു സർക്കിൾ പാസ് ചെയ്യുന്ന 3 പോയിന്റുകളുണ്ട്: 3,1,
14, അതുപോലെ 11, 5 ഈ 3 പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് സിയുടെ വാല്യൂ വേണ്ട. ലാസ്റ്റ് കോൺസ്റ്റന്റ് ഈ ഒരു സി, ആ സിയുടെ വാല്യൂ ആണ് വേണ്ടത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. x² പ്ലസ് y² മൈനസ് 17x പ്ലസ് 2fy പ്ലസ് c = 0 ആണ് ക്വസ്റ്റ്യൻ. സോ പാസ് ചെയ്യുന്ന 3 പോയിന്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 2 പോയിന്റ് എടുക്കുക. പാസ് ചെയ്ത് പോകുന്ന ആദ്യത്തെ 2 പോയിന്റ് 3,1 14, -1 ആണ്. അപ്പം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇത് എക്സിന്റെ വാല്യൂം വൈയുടെ വാല്യൂ ഉണ്ട്, എക്സ് വൈയുടെ വാല്യൂസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക, ഇക്വേഷനകത്ത് എക്സിന് പകരം 3 എന്നും വൈക്ക് പകരം 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സിന് പകരം 1, ഇവിടെ ഒരു എക്സിന് 1 കൊടുക്കുക. അതുപോലെയാണ് ഈ വൈക്കും എക്സിന് എന്ത് ചെയ്യുക, വൈക്ക് പകരം 1 എന്ന് കൊടുത്ത് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. 9 + 1 - 51 + 2f + c = 0 എന്ന് കിട്ടും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2f + c = 41 എന്ന് വരും. സോ ആദ്യത്തെ ഒരു 3,1 കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, രണ്ടാമത്തെ 14, -1 ആണ് രണ്ടാമത്തെ പോയിന്റ്. ഇവിടെ എക്സിന്റെ വാല്യൂ 14ഉം വൈയുടെ വാല്യൂ -1 ആണ്. അപ്പം എന്ത് ചെയ്യുക, വീണ്ടും ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിന് പകരം 14 എന്നും വൈക്ക് പകരം -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, 14ഉം വൈക്ക് പകരം -1 കൊടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങനെ വരും. 196 + 1 - 238 - 2f + c = 0 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് -2f + c = 41 എന്നും കിട്ടും. സോ 2 ഇക്വേഷൻ കിട്ടി. ഇവിടെ 1ഉം 2ഉം കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്ത് ഇതിന് സിയുടെ വാല്യൂ വേണ്ടായി. അപ്പോൾ ഇവിടെ 2fഉം ഇവിടെ ഒരു -2f ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2fഉം -2fഉം ക്യാൻസൽ ആയിപ്പോവും. ബാക്കി c + സിയുടെ വാല്യൂ നമുക്ക് 2c എന്ന് കിട്ടും. ബാക്കി 41 + 41 ആണ് 241. സോ അതിൽ നിന്ന് സിയുടെ വാല്യൂ എന്ന് വെച്ചാൽ 41 ആയിരിക്കും. അത്രേ ഉള്ളൂ. അടുത്തായിട്ട് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ തന്നേക്കുന്ന കാര്യം വെച്ചാൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ വാല്യൂ 2, -3 ആണ്. അതുപോലെ സർക്കിളിൻ്റെ സർക്കംഫറൻസ് 10 പൈയുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സർക്കിളിൻ്റെ ഇക്വേഷൻ വേണം. സോ ആൻസർ നോക്കാം. സോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് സർക്കിളിന് സെൻറ്റർ ഉണ്ട്, അതുപോലെ സർക്കംഫറൻസ് ഉണ്ട് 10 പൈ ആണെന്ന്. അപ്പോൾ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ ഇതാണ്, 2πr ആണ്. അപ്പോൾ 2πrന്റെ വാല്യൂ ആണ് 10 പൈ. ഇവിടെ ഒരു പൈയും കട്ടായി പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ്ട് 2rന്റെ വാല്യൂ 10 എന്ന് വരും. അതിൽ നിന്ന് r-ന്റെ വാല്യൂ ഈ 2 അപ്പുറം പോയി ഡിവൈഡ് ചെയ്യുക, 10/2 5 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി, സർക്കിളിന്റെ റേഡിയസ് അവിടെ നിന്ന് കിട്ടി 5 എന്ന് കിട്ടി. ക്വസ്റ്റിനകത്ത് എന്തുണ്ട്, സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ട്, സെന്റർ ഉണ്ട്. സെന്ററിന്റെ വാല്യൂ 2, -3 ആണ്. അതായത് HKയുടെ വാല്യൂ നമുക്കുണ്ട്, HKയുടെ വാല്യൂ 2ഉം -3യുമാണ്. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, x - h² പ്ലസ് y - k² = r² ആണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഇവിടെ r-ന്റെ വാല്യൂ ഉണ്ട്, HKയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷന്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ x - h-ന് പകരം 2 കൊടുത്തു, ² പ്ലസ് y - k-യുടെ വാല്യൂ വെച്ചാൽ -3 ആണ്. അപ്പോൾ ഈ മൈനസും കൂടെ +3 എന്ന് വരും. y + the whole square = r² ആണ്. r-ന്റെ വാല്യൂ 5 ആണ്, 5ന്റെ സ്ക്വയർ 25 എന്ന് വരും. സോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ, അത് a - b the whole square ഫോമാണ് ഇവിടെ. സോ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതുപോലെ ഇവിടെ വെച്ചാൽ a + b the whole square ആണ്, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഒരുമിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, x² + y² - 4x + 6y - 12 = 0 എന്ന് കിട്ടും. ഇതായിരിക്കും ആൻസർ. അടുത്തായിട്ട് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ താഴെ ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് 4,0യും രണ്ടാമത്തെ പോയിന്റ് 0,4ഉമാണ്. സോ ഈ 2 പോയിന്റുകൾ നമ്മൾ കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുന്നു. 2 പോയിന്റ് കണക്ട് ചെയ്ത് ലൈൻ വരച്ചു. അപ്പോൾ ആ പോയിന്റിനെ മിഡ് പോയിന്റ് എടുക്കുകയാണ്. അപ്പോൾ ആ മിഡ് പോയിന്റും അതുപോലെ തന്നെ രണ്ടാമത്തെ സർക്കിൾ പറയുന്നുണ്ട്, x² + y² = 16 എന്ന് പറയുന്ന ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്റർ നമ്മൾ കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുകയാണ്. എങ്കിലും ലൈനിലുള്ള ആ സെന്റർ നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഈ 2 പോയിന്റിന്റെ മിഡ് പോയിന്റും ഈ സർക്കിളിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ നോക്കാം. ആൻസർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് 4,0യും രണ്ടാമത്തെ പോയിന്റ് 0,4ഉമാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, മിഡ് പോയിന്റ് ആണ്. ഈ 2 പോയിന്റുകളുടെ മിഡ് പോയിന്റ്, അതായത് ഇത് x1 y1 എന്നും ഈ പോയിന്റ് x2 y2 എടുത്തു കഴിഞ്ഞാൽ മിഡ് പോയിന്റ് ഫോം നിങ്ങൾക്കറിയാം, x1 + x2/2,
y1 പ്ലസ് y2/2 ആണ് മിഡ് പോയിന്റ്. സോ എന്ത് ചെയ്യുന്നത്, റിസൾട്ട് അപ്ലൈ ആണെങ്കിൽ x1 പ്ലസ് x2 എന്ന് പറയുമ്പോൾ 4 പ്ലസ് 0, അപ്പോൾ 0 പ്ലസ് 4/2 വരും. അതുപോലെ y1 പ്ലസ് y2 എന്ന് പറയുമ്പോൾ നമ്മുടെ 0യും 4ഉമാണ് y1 ഉം y2. സോ 4 പ്ലസ് 0/2 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 2,2 ആയിരിക്കും മിഡ് പോയിന്റ്. നമുക്ക് വേണ്ടത് മിഡ് പോയിന്റ് വെച്ചാൽ 2,2. അപ്പോൾ ഈ ഒരു പോയിന്റും ഇത് ഞാൻ തന്നിട്ട് സർക്കിൾ ഇതായിരുന്നു, x² പ്ലസ് y² 16 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റും ഈ ഒരു സർക്കിളിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇനി അപ്പോൾ നോക്കണ്ടെങ്കിൽ അടുത്ത കാര്യം വെച്ചാൽ ഈ സർക്കിളിന്റെ സെന്റർ ആണ് വേണ്ടത്. സോ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ x² പ്ലസ് y² 16, ഈ സർക്കിളിന്റെ സെന്റർ 0, 0 ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ എടുക്കുക, അതായത് x മൈനസ് h ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ദ ഹോൾ സ്ക്വയർ r² ആണ് ഇക്വേഷൻ. ഇവിടെ നമ്മുടെ എച്ചിന്റെ കെയുടെ വാല്യൂ ഇല്ല, അതിന്റെ അർത്ഥം അവന്താണ് 0 എന്നാണ്. x മൈനസ് ഒരു ടേം ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും h 0 ആയിരിക്കും. അതുപോലെ y മൈനസ് 0 അല്ലെങ്കിൽ ഒരു ടേം ഇല്ലാത്ത എന്തായിരിക്കും, കെയുടെ വാല്യൂ ഇവിടെ 0 ആയിരിക്കും. സോ h k എന്ന് വെച്ചാൽ 0, 0 ആയിരിക്കും. സർക്കിളിന്റെ സെന്റർ ഏതാണ്, 0, 0 ആണ്. അപ്പോൾ അത് മിഡ് പോയിന്റ് കിട്ടി 2,2 ആയിരുന്നു. അതുപോലെ സർക്കിളിന്റെ സെന്റർ ഏതാണ്, 0,0 ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് മതി, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യുക, ഈ പോയിന്റ് x1 y1 എന്നും ഈ ഒരു പോയിന്റ് x2 y2 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇക്വേഷൻ ആണ് എന്താണ്, നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. √x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ എന്ത് ചെയ്യുക, ഇക്വേഷൻ അപ്ലൈ ആണെങ്കിൽ 2 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതിന്റെ വാല്യൂ 2√2 ആയിരിക്കും. അടുത്തായിട്ട് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് 40 is a point on the circle x² പ്ലസ് ax പ്ലസ് y² 0, നമുക്ക് ആ സർക്കിളിന്റെ സെന്റർ ആയിരിക്കും വേണ്ടത്. അതായത് ഈ ഒരു സർക്കിളിന്റെ ഒരു പോയിന്റ് ആണ് പറഞ്ഞേക്കുന്നത്, 4,0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്കിളിന്റെ സെന്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യനകത്ത് 40 എന്ന പോയിന്റ് ആണ്, ഈ സർക്കിളിലെ പോയിന്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സർക്കിളിൽ എക്സിനും വൈക്കും പകരം നമുക്ക് 4,0 എന്ന് കൊടുക്കാൻ പറ്റും. സോ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, എന്ത് ചെയ്യുക, സർക്കിൾ ഇക്വേഷനകത്ത് എക്സിന് പകരം 4 എന്നും വൈക്ക് പകരം 0 എന്ന് കൊടുക്കുക. അത് ഈ പോയിന്റിനാണ്, എക്സിന്റെ വാല്യൂ 4ഉം വൈയുടെ വാല്യൂ 0 ആണ്. അങ്ങനെ കൊടുത്തു കഴിയുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സിന് പകരം 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ 4ന്റെ സ്ക്വയർ 16 എന്ന് വരും. ബാക്കി തന്നെ ഇവിടെ എക്സിന് വരും എന്ത് കൊടുക്കുക, 4 കൊടുക്കുകയാണെങ്കിൽ a×4 4a എന്ന് വരും. ലാസ്റ്റ് ഒരു വൈക്ക് വരും എന്ത് കൊടുക്കുക, 0 എന്ന് കൊടുക്കുക. ലാസ്റ്റ് ഒരു 0 ഈക്വൽ ടു, ഇവിടെ റൈറ്റ് സൈഡും 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ 16 പ്ലസ് 4 എയുടെ വാല്യൂ 0 ആണെങ്കിൽ അതിൽ നിന്ന് എയുടെ വാല്യൂ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ -4 എന്ന് കിട്ടും നിങ്ങൾക്ക്. സോ നമുക്ക് എന്ത് ചെയ്തു, ഈ ഇക്വേഷനകത്ത് എയുടെ വാല്യൂ കിട്ടിയപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനകത്ത് എക്ക് വരെ -4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x² മൈനസ് 4x പ്ലസ് y² ഈക്വൽ ടു 0 എന്ന് മാറും നമ്മുടെ ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷന്റെ ഫോമിലല്ല കിടക്കുന്നത്. അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, ആദ്യത്താണ് ഈ ഒരു x² -4x നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യുന്നു. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക, അതുപോലെ മൈനസ് ചെയ്യുക. സോ എക്സിന്റെ സ്ക്വയർ എടുക്കുന്നത് 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 4ന്റെ പകുതി 2 ആണ്. 2ന്റെ സ്ക്വയർ എടുക്കുക, 2ന്റെ സ്ക്വയർ 4 ആയിട്ട് എന്ത് ചെയ്യുക, ആ 4 ഇവിടെ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള y² അതുപോലെ എഴുതിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ x² -4x പ്ലസ് 4നെ നമുക്ക് x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും ടേമിന് പകരം എന്ത് ചെയ്തു, നമ്മൾ x മൈനസ് 2 ദ ഹോൾ സ്ക്വയറിന് കൊടുത്തു, ആ ടേമിന് മാത്രം. ബാക്കിയുള്ള ഈ ഒരു -4 റൈറ്റിലേക്ക് വെക്കുകയാണെങ്കിൽ +4 എന്ന് വരും. ബാക്കി y² നമുക്ക് എങ്ങനെ എഴുതാം, y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോഴും എന്ത് ചെയ്യുന്നത്, y² തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ നമ്മുടെ ഫോമിൽ കിടക്കുകയാണ്, x മൈനസ് h ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r² ഫോമിൽ കിടക്കുകയാണ്. സോ നമ്മുടെ സെന്റർ HK ആണ്. എച്ചിന്റെ വാല്യൂ വെച്ചാൽ 2ഉം കെയുടെ വാല്യൂ 0 ഇവിടെ h മൈനസ് ആയിട്ട് എന്ത് ചെയ്യുക, മൈനസ് എടുക്കരുത്. ഇക്വേഷനകത്ത് x മൈനസ് എന്നാണ് ഇക്വേഷനകത്ത്. സോ എന്ത് ചെയ്യുക, ഇവിടുത്തെ വാല്യൂ മാത്രം എടുക്കുക. സോ എച്ചിന്റെ വാല്യൂ 2 ആയിരിക്കും, കെയുടെ വാല്യൂ 0 ആയിരിക്കും. വേണമെങ്കിൽ റേഡിയസ് നമുക്ക് എഴുതാൻ പറ്റും, എന്തായിരിക്കും റേഡിയസ്, ഇവിടെ r² വാല്യൂ 4 ആണെങ്കിൽ അതിന് r-ന്റെ വാല്യൂ √4 2 എന്ന് വരും. ഇത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. നമുക്കൊരു പരാബോളയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. ആ പരാബോളയുടെ ഫോക്കസിന്റെ വാല്യൂ 2,0 ആണെന്ന്, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സിന്റെ വാല്യൂ x = -2 ആണ്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഫോക്കസിന്റെ വാല്യൂ 2,0 ആണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് എഴുതുക a,0 എന്നാണ് എഴുതുക. ഓൾറെഡി പേര് x0 ആയിരിക്കും ഫോക്കസ്.
സോ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എയുടെ വാല്യൂ എന്ന് കിട്ടും 2 എന്ന് കിട്ടും, എയുടെ വാല്യൂ 2 കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് പോവാം. എങ്കിലും നിങ്ങൾക്കൊന്ന് പരാബോളയുടെ ചെറിയ 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, പരാബോളയുടെ ഫോക്കസ് എന്ത് ചെയ്യുക 2,0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക 2,0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എക്സ് വൈ ആക്സ് വരച്ച് അവിടെ നിന്ന് മാർക്ക് ചെയ്യാം. സോ 2,0 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് എക്സ് ആക്സിലെ പോയിന്റ് ആയിരിക്കും, y0 ആയതുകൊണ്ട്. സോ എന്ത് ചെയ്യുക ഇവിടെ ആയിരിക്കും 2,0 വരിക. സോ ഫോക്കസ് ഇതാണ് നമുക്ക് കിട്ടി. ഫോക്കസ് എവിടാണോ അതേ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത് പരാബോള ഓപ്പൺ ചെയ്യുന്നത്. സോ ഫോക്കസ് എവിടെയാണ് എന്ത് ചെയ്യും പരാബോള റൈറ്റിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുക. ഫോക്കസ് മുകളിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന പരാബോള ആയിരിക്കും. ലെഫ്റ്റ് ആണ് ഫോക്കസ് എങ്കിൽ അത് ലെഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന പരാബോള ആയിരിക്കും. സോ ഇവിടെ ഫോക്കസ് എന്തായിരിക്കും പരാബോള റൈറ്റ് ഓപ്പൺ ചെയ്യുന്ന പരാബോള ആയിരിക്കും. ഇതുപോലെ ആയിരിക്കും പരാബോള ഇരിക്കുക. സോ ഈ പരാബോള ഫോക്കസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇക്വേഷൻ വേണം. ഇതിപ്പോ എക്സ് ആക്സിന് സിമെട്രിക് ആണ്. അപ്പൊ എന്തായിരിക്കും എക്സിന് സിമെട്രിക് ആണെങ്കിൽ y² = 4ax ആയിരിക്കും ഇക്വേഷൻ. റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നു, പോസിറ്റീവ് സൈഡിലേക്ക് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. സോ y² = 4ax ആയിരിക്കും ഈ ഒരു പരാബോളയുടെ ഇക്വേഷൻ. സോ എന്ത് ചെയ്യാം നമുക്കിവിടെ എയുടെ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യുക എക്ക് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y² = 8x എന്ന് കിട്ടും പരാബോളയുടെ ഇക്വേഷൻ. പിന്നെ നമുക്ക് ക്വസ്റ്റൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഡയറക്ട്രിക്സിന്റെ വാല്യൂ x = -2 ആയിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ പരാബോളയുടെ വെർട്ടെക്സ് ആണ്. അതായത് പരാബോള അതിന്റെ ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ്. ആ വെർട്ടെക്സ് മുതൽ ഇത് ഫോക്കസ് വരെയുള്ള ഈ ഒരു ലെങ്ത് ആണ് നമ്മൾ എന്താ പറയുക എ ആയിട്ട് എടുക്കുക. അവിടെ എയുടെ വാല്യൂ 2 ആണ്. ഓക്കെ, ഈ ഒരു ലെങ്ത് ആണ് എ. അപ്പൊ അതേ ലെങ്ത് വെർട്ടെക്സിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും -2 ആയിരിക്കും വരിക. 2 യൂണിറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ -2 ആണ് കാര്യം. ഇത് എക്സ് ആക്സിന്റെ നെഗറ്റീവ് സൈഡാണ്. സോ ഈ -2 എന്ത് ചെയ്യുന്നു എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിന്റെ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ആയിരിക്കും പരാബോളയുടെ എന്താ പറയുക ഡയറക്ട്രിക്സ് എന്ന് പറയുക. നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഈ ഡയറക്ട്രിക്സിന്റെയും അതുപോലെ ഫോക്കസിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും എല്ലായ്പ്പോഴും വെർട്ടെക്സ്. ഡയറക്ട്രിക്സിന്റെയും ഫോക്കസിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും വെർട്ടെക്സ് വരിക. അതായത് ഇവിടെ നിങ്ങോട്ടും 2 യൂണിറ്റ് ആണ്, ഇവിടെ നിങ്ങോട്ടും 2 യൂണിറ്റ് ആണ്. അതുകൊണ്ടായിരിക്കും മിഡ് പോയിന്റ് ആയിരിക്കും എല്ലായ്പ്പോഴും വെർട്ടെക്സ്. വെർട്ടെക്സ് എന്ന് വെച്ചാൽ പരാബോള അതിന്റെ ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. സോ ഇത്രയേ ഉള്ളൂ. അടുത്തായിട്ട് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വീണ്ടും ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. സോ തന്നേക്കുന്ന കാര്യം വെച്ചാൽ പരാബോള y ആക്സിന് സിമെട്രിക് ആണ്. അതുപോലെ ആ പരാബോള പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് 2,-3 ആണ്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകുന്നുണ്ടേ. ജസ്റ്റ് ആദ്യം വേണ്ടത് ആ പരാബോള എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത് പരാബോള ഇക്വേഷൻ നമുക്ക് വേണ്ടേ. സോ നമുക്ക് തന്നേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. എന്താണ് 2,-3 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് y ആക്സിന് സിമെട്രിക്കുമാണ്. അപ്പോൾ നമ്മുടെ y ആക്സിന് സിമെട്രിക് ആണെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കും അത് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴേക്ക് ഓപ്പൺ ചെയ്യാൻ 2 പോസിബിലിറ്റിയേ ഉള്ളൂ. ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് ഓപ്പൺ ചെയ്യുന്ന പരാബോള ആയിരിക്കും. അതുപോലെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് പാസ് ചെയ്യുന്ന പോയിന്റ് 2,-3 ആണ്. ജസ്റ്റ് ആ പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കുക. 2 എന്ന് വെച്ചാൽ എക്സിൽ 2 വരും, അതുപോലെ മൈനസ് എന്ന് വെച്ചാൽ y ആക്സിൽ -3 ആണ്. അപ്പോൾ നാണ്ടെ ഈ 2 പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാണ്ടെ ഈ ഒരു ക്വാഡ്രന്റിൽ ഈ 4ാമത്തെ ക്വാഡ്രന്റ് ആയിരിക്കും 2,-3 വരിക. അപ്പോൾ പരാബോള പാസ് ചെയ്ത് പോകുന്നത് ഈ പോയിന്റ് കൂടെ ആണെങ്കിൽ ഉറപ്പായിട്ടും പരാബോള എന്തായിരിക്കും താഴേക്ക് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. എങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ആ പോയിന്റ് കൂടെ പാസ് ചെയ്യാൻ പറ്റൂ. മുകളിലേക്ക് ഓപ്പൺ ചെയ്യാൻ എന്ത് ചെയ്തില്ല, ആ പോയിന്റ് കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. y ആക്സിന് സിമെട്രിക്കുമാണ്. സോ എന്തായിരിക്കും അത് താഴേക്ക് ഓപ്പൺ ചെയ്യുന്ന പരാബോള ആയിരിക്കും, y ആക്സിന് സിമെട്രിക്കുമാണ്. സോ എന്തായിരിക്കും yക്ക് സിമെട്രിക് ആണെങ്കിൽ x² = -4ay എന്ന് താഴേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് മൈനസ് വരും. സോ x² = -4ay ആയിരിക്കും പരാബോളയുടെ ഇക്വേഷൻ. നമുക്ക് എന്തുണ്ട് ഇനി ഇവിടെ എയുടെ വാല്യൂ വേണം. സോ ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് ടി ഇക്വേഷൻ x² = -4ay പാസ് ചെയ്യുന്ന പോയിന്റ് 2,-3 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് എയുടെ വാല്യൂ കിട്ടണം. അതിനോട് എന്ത് ചെയ്യണം ഈ കിട്ടിയിരിക്കുന്ന എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്ത് ചെയ്യുക ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിന് പകരം നിങ്ങൾ 2 എന്നും വൈക്ക് പകരം -3 എന്ന് കൊടുക്കുക. അതുകൊണ്ട് 2² = -4 × വൈക്ക് പകരം -3 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് 4ഉം 4ഉം കട്ടായി പോയിട്ട് എയുടെ വാല്യൂ 1/3 എന്ന് കിട്ടും എയുടെ വാല്യൂ. സോ എന്ത് ചെയ്യുക വീണ്ടും ഇതേ ഇക്വേഷനകത്ത് എന്ത് ചെയ്യുക എക്ക് കിട്ടിയ വാല്യൂ കൊടുക്കുക. സോ x² = -4 × എക്ക് പകരം 1/3 × y. അതുപോലെ ഈ 3 അപ്പുറം കൊണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 3x² = നമുക്ക് എന്ത് കിട്ടും -4y എന്ന് കിട്ടും. ഇതായിരിക്കും പരാബോളയുടെ ഇക്വേഷൻ. അടുത്തായിട്ട് നമ്മൾ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പരാബോളയുണ്ട്. y² = 6x ആണ് പരാബോള.
സോ ഈ പരാബോളയുടെ വെർട്ടെക്സും അതുപോലെ തന്നെ പരാബോളയിൽ തന്നെ 2 പോയിന്റിലേക്കും ജോയിൻ ചെയ്യുന്ന 2 ലൈൻസ് ഉണ്ട്. ആ ലൈൻസിന്റെ ഇക്വേഷൻ നമുക്ക് വേണ്ട. ആ ജോയിൻ ചെയ്യുന്ന പോയിന്റുകളുടെ ആപ്സിസ 24 ആണ്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതായിരുന്നു. y സ്ക്വയർ ഈക്വൽ ടു RX ആണ്. സോ വൈക്ക് സ്ക്വയർ എന്തായിരിക്കും x ആക്സ് ആയിരിക്കും. അതുപോലെ പോസിറ്റീവ് ആണ് എന്തായിരിക്കും x ആക്സിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് ആയിരിക്കും ഓപ്പൺ ചെയ്യുക. റൈറ്റ് ഓപ്പൺ ചെയ്യുന്ന പരാബോളയാണ്. ഇനി പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ചാൽ അതിന്റെ അപ്സിസയുടെ വാല്യൂ 24 ആണ്. അതായത് അതിലെ എക്സ് ഈ 2 പോയിന്റുകൾ ജസ്റ്റ് ആ ഒരു എക്സ് കോർഡിനേറ്റ് ആണ് 24. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഒരു പോയിന്റ് നമ്മൾ കണ്ട ഈ വെർട്ടെക്സിൽ നിന്നും ആ ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. 2 ലൈനുകളെന്ന് ഞാൻ പറഞ്ഞു. സോ വെർട്ടെക്സിൽ നിന്ന് വരച്ചിരിക്കുന്ന ആ ഒരു ലൈൻ പരാബോള മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത് 24y. താഴെ ഒരു പോയിന്റ് ആണ് 24 -y ആയിരിക്കും. സാരം ഇങ്ങോട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് സോ എന്തായിരിക്കും ഇവിടെ 24 -y ആയിരിക്കും പോയിന്റ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ 2 ലൈൻസിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് തന്നേക്കുന്ന വാല്യൂവിൽ എന്ത് ചെയ്യാം, പാസ് ചെയ്ത് പോകുന്ന പോയിന്റ്, ഈ ഒരു പരാബോള പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് 24y ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അതുപോലെ 24 -y ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, y സ്ക്വയർ ഈക്വൽ ടു RX ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സിന്റെ വാല്യൂ 24 എന്ത് ചെയ്യാം, എക്സിന് 24 എന്നും വൈക്ക് പകരം y എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് y സ്ക്വയറിന്റെ വാല്യൂ നിങ്ങൾക്ക് എന്ത് കിട്ടും, 144 എന്ന് കിട്ടും. അല്ലെങ്കിൽ അതിന് വൈയുടെ വാല്യൂ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ +or -12 എന്നായിരിക്കും കിട്ടുക വൈയുടെ വാല്യൂ. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ എത്ര കിട്ടിയത്, 12 എന്നും -12 കിട്ടി. അപ്പോൾ എന്തായിരിക്കും ഈ പോയിന്റ് 24 12 ആയിരിക്കും കാര്യം വൈയുടെ വാല്യൂ. ഇവിടെ എന്തായിരിക്കും 24 -12 ആയിരിക്കും പോയിന്റുകൾ. 2 പോയിന്റ് നമുക്ക് കിട്ടി. നമുക്കിനി എന്ത് വേണം, ഇക്വേഷനാണ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട 2 പോയിന്റ്, ഈ ഒരു ലൈൻ്റെ ഇക്വേഷനാണ് വേണ്ട. അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 24 12 ആണ്, അടുത്ത പോയിന്റ് 0 ആണ്. കാരണം ഒറിജിൻ വെർട്ടെക്സ് ആയതുകൊണ്ട് 0 ആയിരിക്കും രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ 2 പോയിന്റ് ഉണ്ടെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ മെത്തേഡ് എന്തായിരുന്നു, y - y1 ഈക്വൽ ടു m ഇൻറ്റു x - x ആണ് വരിക. സോ നിങ്ങളുടെ സ്ലോപ്പ് എന്ന് വെച്ചാൽ y2 - y1 ബൈ x2 - x1 വരും. നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, ഇതുപോലെ ഇക്വേഷൻ കിട്ടും. y ഈക്വൽ ടു കാര്യം y1 ഇവിടെ 0 ആയിപ്പോയി, ആക്കി എന്ത് ചെയ്യും, y ഈക്വൽ ടു +or -12/24x എന്ന് കിട്ടും. +or- വെച്ചതിൽ 2 ലൈൻ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ പോസിറ്റീവ് ആണ്, അടുത്ത ലൈൻ എന്താണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ചെയ്യുക +or- കൊടുത്താൽ മതി. അപ്പം y ഈക്വൽ ടു നമുക്ക് 12/24x എന്ന് കിട്ടും. വെട്ടിക്കഴിഞ്ഞാൽ ഈ 2 അപ്പുറം പോവുക. അപ്പോൾ എന്ത് ചെയ്യും, 2y ഈക്വൽ ടു +or- എന്ന് കിട്ടും. അടുത്തായിട്ട് 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള വിത്ത് വെർട്ടെക്സ് അറ്റ് ഒറിജിൻ ആണ്. വെർട്ടെക്സ് ഒറിജിനും അതുപോലെ ഡയറക്ട്രിക്സിന്റെ വാല്യൂ y ഈക്വൽ ടു 2 ആണ്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മളാണ് ജസ്റ്റ് ഒരു XY ആക്സ് വരച്ചേക്കാണ്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പരാബോളയുടെ ഡയറക്ട്രിക്സ് y ഈക്വൽ ടു 2 ആണ്. y ഈക്വൽ ടു 2 ആണ് ഡയറക്ട്രിക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആക്സിൽ ജസ്റ്റ് ആ പോയിന്റ് മാർക്ക് ചെയ്യുക. y ഈക്വൽ ടു എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇതാണ് ഡയറക്ട്രിക്സ് എങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും ഇത് വരയ്ക്കുന്നത്, ആ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഡയറക്ട്രിക്സ് പാസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡയറക്ട്രിക്സ് ഇവിടെ ആണെങ്കിൽ ഉറപ്പായിട്ടും പരാബോള എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും പരാബോള. വെർട്ടെക്സ് ഒറിജിൻ ആണ്. വെർട്ടെക്സ് ഒറിജിൻ എന്തായിരിക്കും, താഴേക്ക് ഓപ്പൺ ചെയ്യുന്ന പരാബോള ആയിരിക്കും. ഡയറക്ട്രിക്സിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പരാബോള. സോ നമ്മുടെ താഴേക്ക് ഓപ്പൺ ചെയ്യുന്ന പരാബോള ആയിരിക്കും കിട്ടുക. ഇതിപ്പം y ആക്സിന് സിമെട്രിക് ആണ്. വൈക്ക് സിമെട്രിക് ആണെങ്കിൽ നമുക്ക് x ആയിരിക്കും സ്ക്വയർ വരിക. സോ x സ്ക്വയർ ഈക്വൽ ടു എന്ന് വരും, ഇവിടെ താഴേക്കാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്താണ്, വൈയുടെ നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് മൈനസ് എന്ന് വരും. -4ay ആയിരിക്കും പരാബോളയുടെ ഇക്വേഷൻ. സോ നമുക്ക് ആൻസർ നോക്കാം ബാക്കി. അപ്പോൾ നമുക്കിവിടെ എന്തുകൂടെ മതി, ഇനി എയുടെ വാല്യൂ കൂടെ മതി. സോ ഞാൻ പറഞ്ഞിരുന്നു വെർട്ടെക്സ് മുതൽ ഇതുവരെയുള്ള ഈ ഒരു ലെങ്ത് എന്ത് തന്നെയാണ്, എ തന്നെയാണ്. ഇതേ ലെങ്താണ് ഫോക്കസ് വരെയുള്ള ലെങ്ത്, ഇതും എന്ത് തന്നെയാണ്, സെയിം എ തന്നെ ആയിരിക്കും. സോ y ഈക്വൽ 2 എന്ന് വെച്ചാൽ എന്തായാലും അവിടെ എയുടെ വാല്യൂ ആണ് 2. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എയുടെ വാല്യൂ നിന്ന് എടുക്കാൻ ഡയറക്റ്റ് 2 എന്ന് എടുക്കാൻ പറ്റും. സോ എന്ത് ചെയ്യുക, ഈ എക്ക് വരും 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ x സ്ക്വയർ ഈക്വൽ -4 × 2 8 എന്ന് വരും. -8y ആയിരിക്കും പരാബോളയുടെ ഇക്വേഷൻ. അടുത്തായിട്ട് 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് തന്റെ ഒരു പരാബോളയുടെ ലാറ്റസ് റെക്ടത്തിന്റെ 2 എൻഡ് പോയിന്റ്സ് തന്നേക്കുക. അത് 3,6ഉം -5,6ഉം ആണ്. സോ നമുക്ക് ആ പരാബോളയുടെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഫോക്കസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലാറ്റസ് റെക്ടത്തിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും എല്ലായ്പ്പോഴും എന്ത്, ഫോക്കസ്. ഫോക്കസ് എന്ന് വെച്ചാൽ ലാറ്റസ് റെക്ടത്തിന് 2 പോയിന്റുകൾ കാണും. ആ 2 പോയിന്റ് XY കോർഡിനേറ്റുകളുടെ മിഡ് പോയിന്റിലായിരിക്കും ഫോക്കസ് വരിക.
സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടേ 2 ലാറ്റർ സെക്ടർ ഉണ്ടായിരുന്നു. പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു. സോ 2 പോയിന്റുകൾ 3,6ഉം -5,6ഉമായിരുന്നു 2 പോയിന്റ്. സോ ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും എന്ത് നമ്മളെ ഫോക്കസ് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ് x1 y1 എന്നും ഈ പോയിന്റ് നമ്മൾ x2 y2 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മിഡ് പോയിന്റ് ഫോം അപ്ലൈ ചെയ്യാം. x1 + x2/2 y1 + y2/2 എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യത്തെ x 3 + -5/2 ആദ്യത്തെ x കോർഡിനേറ്റും ഇനി y തമ്മിൽ ആഡ് ചെയ്യുക 6 + 6/2 ആയിരിക്കും y കോർഡിനേറ്റ്. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1,6 എന്ന് കിട്ടും. സോ അതായിരിക്കും ഫോക്കസ്. നമ്മൾ 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു എലിപ്സിൻ്റെ ഇക്വേഷനാണ് x² / 25 + y² / 9 = 1 ആണ്. സോ നമുക്ക് ഇതിന് വേണ്ടത് ഫോർസൈഡ് വാല്യൂ വേണം, അതുപോലെ തന്നെ ഇയുടെ വാല്യൂ വേണം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ്ട് x² / 25 നമുക്ക് 5ന്റെ സ്ക്വയറിന് എഴുതാം, അതുപോലെ y² / 9 നമുക്ക് 3 സ്ക്വയറിന് എഴുതാം. സോ ഇതിൻ്റെ ഫോമാണെന്ന് ചോദിച്ചാൽ x² / a² + y² / b² = 1 ഫോമാണ്. സോ അതാണ്ട് എക്സിൻ്റെ താഴെയാണ് എന്ത് ചെയ്യുക, വലിയ നമ്പർ കിടക്കുക. അതെന്തായിരിക്കും, എക്സ് ആക്സിന് സിമെട്രിക് ആയിരിക്കും. വൈക്ക് താഴെയാണ് വലിയ നമ്പർ വരുമെങ്കിൽ എന്തായിരിക്കും, അത് വൈ ആക്സിന് സിമെട്രിക് ആയിരിക്കും. സോ ഇവിടെ എയുടെ വാല്യൂ 5ഉം ബിയുടെ വാല്യൂ എന്താണ് 9ഉം ആണ്. അപ്പോൾ ബാക്കി ആൻസർ നോക്കാം. സോ ഇവിടെ നമ്മുടെ എയുടെ വാല്യൂ 5 ആണ്, അതുപോലെ ബിയുടെ വാല്യൂ 3ഉമാണ്. സോ നമുക്ക് ആദ്യം വേണ്ട എക്സെൻട്രിസിറ്റി ഇ ആണ്. ഈ ഇക്വേഷൻ ഇതാണ് √1 - b² / a² ആണ് ഇക്വേഷൻ, അതായത് എക്സ് ആക്സ് ആകുമ്പോൾ. സോ നമുക്ക് എന്ത് ചെയ്യാം, ബിക്കും എക്കും വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ബിയുടെ വാല്യൂ 3, എയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ 1 - 9/25 എന്ന് വരും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 4/5 എന്ന് കിട്ടും ലാസ്റ്റ് ആൻസർ. സോ നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഫോർസൈ ആണ്. ഫോർസൈഡ് ഇക്വേഷൻ ഇതാണ് +or - a × e, 0 ആണ്. അവിടെ എക്സ് കോർഡിനേറ്റ് a × e ആയിരിക്കും +or - സോ ഇവിടെ എയുടെ വാല്യൂ നമുക്ക് കിട്ടി. എയുടെ വാല്യൂ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 5 ആണ്. അതുപോലെ ഇയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് 4/5 എന്ന് കിട്ടി. സോ അത് കൊടുക്കുകയാണെങ്കിൽ താഴത്തെ 5ഉം ഇവിടെ ഒരു 5 കട്ടായി പോയിട്ട് ബാക്കി +or - 4,0 എന്ന് കിട്ടും. അതായിരിക്കും എന്ത് അതിൻ്റെ ഫോർസൈ. അടുത്തായിട്ട് നമ്മൾ 58ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ ആണ് തന്നേക്കുക. 9x² + 4y² = 36 ആണ്. നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു എലിപ്സിൻ്റെ വെർട്ടിസസും വേണം, അതുപോലെ തന്നെ മേജർ ആക്സിൻ്റെ ലെങ്തുമാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലല്ല. നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ റൈറ്റ് സൈഡ് 1 ആണ്. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡ് 1 ആക്കുക. 1 ആകണമെങ്കിൽ ഇവിടെ 36 ആണ് തന്നേക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എല്ലാ ടേമിനും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം കിട്ടും. സോ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനെ മൊത്തത്തിലൊരു 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇതുപോലെ കിട്ടും. x² / 4 + y² / 9 = 1 എന്ന് കിട്ടും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ താണ്ടെ x² താഴെ കിടക്കുന്നത് ചെറിയ നമ്പരും വൈയുടെ താഴെയാണ് വലിയ നമ്പർ ഉള്ളത്. എന്തായിരിക്കും, അപ്പോൾ ഇത് y ആക്സ് ആയിരിക്കും. സോ ഇവിടെ വലിയ നമ്പർ ആയിരിക്കും എപ്പോഴും എ വരിക. എ എപ്പോഴും വലുതും ബി ചെറുതുമായിരിക്കും. സോ ഇവിടെ എയുടെ വാല്യൂ a² വാല്യൂ ആണ് 9, b² വാല്യൂ 4ഉമാണ്. സോ അത് നമുക്ക് എന്ത് കിട്ടും, എയുടെ വാല്യൂ നമുക്ക് 3 എന്നും ബിയുടെ വാല്യൂ 2 എന്നും കിട്ടും. ഓക്കെ, എപ്പോഴും എ വലുതും ബി ചെറുതുമായിരിക്കും. വലുത് എ വൈയുടെ താഴെയാണെങ്കിൽ അത് വൈ ആക്സ്, എ വരുന്നത് എക്സിന് താഴെയാണെങ്കിൽ അതെന്തായിരിക്കും, എക്സ് ആക്സും ആയിരിക്കും. സോ ഇവിടെ എ വരുന്നത് വൈയുടെ താഴെ ആയതുകൊണ്ട് എന്തായിരിക്കും, അത് വൈ ആക്സിലായിരിക്കും. സോ നമ്മുടെ ഇക്വേഷൻ ഈ ഫോമിലാണ് x² / b² + y² / a² = 1 ആണ്. അവിടുന്ന് എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് വെർട്ടിസസ് ആണ്. നമുക്ക് വെർട്ടിസസ് ഇക്വേഷൻ വരുന്നത് എന്ത്, +or - a, 0 ആണ് വെർട്ടിസസ്. സോ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, 0. ഇവിടെ y ആക്സ് ആയതുകൊണ്ട് 0, +or - a ആയിരിക്കും. 0, +or - a. അപ്പോൾ എന്ത് ചെയ്യും, 0,3 വരും, 0,-3 ആയിരിക്കും എന്ത് വെർട്ടിസസ്. അതുപോലെ വേണ്ടത് ലെങ്ത് ഓഫ് മേജർ ആക്സ് ആണ്. ആൻഡ് ലെങ്ത് എപ്പോഴും 2a ആണ്. 2 × എയുടെ വാല്യൂ 3 ആയതുകൊണ്ട് 2 × 3 6 ആയിരിക്കും എന്ത് മേജർ ആക്സിന്റെ ലെങ്ത് വരിക.